ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത ഒരു പോരാട്ടത്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും NDA അതിശക്തമായ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. അത് മാത്രമല്ല, ഒന്നിലധികം മണ്ഡലങ്ങളിൽ, എനിക്ക് തോന്നുന്നു ഒരു 5-6 മണ്ഡലങ്ങളിലെങ്കിലും തികഞ്ഞ വിജയപ്രതീക്ഷ നിലനിർത്തിയാണ് BJP ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ. അതിൽ തന്നെ തിരുവനന്തപുരം, തൃശ്ശൂർ, പത്തനംതിട്ട, ആലപ്പുഴ അങ്ങനെ തുടങ്ങി കാസർഗോഡ്, പാലക്കാട് ഇതെല്ലാം തന്നെ വളരെയധികം മുമ്പിലേക്ക് പ്രചരണത്തിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും BJPക്ക് അതിശക്തമായിട്ട് വോട്ട് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി എങ്കിലും അതൊരു ശബരിമല തരംഗം എന്നൊക്കെ ഉള്ള പേരിൽ പലരും അതിനെ വില കുറച്ച് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. അത് വളരെ കൃത്യമായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള വോട്ട് തന്നെയാണ് BJPക്ക് വരുന്നത്. പൊളിറ്റിക്സ് പറഞ്ഞ്, രാഷ്ട്രീയം പറഞ്ഞ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീസണിന്റെ പുറത്ത് നേടുന്ന വോട്ടല്ല. അത് കൃത്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞ് തന്നെ നേടുന്ന വോട്ടുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കുതിച്ചുചാട്ടത്തിന് രാഷ്ട്രീയമായിട്ട് ഒരുപാട് മാനങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ കേരളത്തിൽ SDPI UDF പരസ്യമായിട്ടുള്ള ഒരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനമായിട്ട് BJPക്ക് വിജയി സാധ്യതയുള്ള 2 മണ്ഡലങ്ങൾ തിരുവനന്തപുരവും തൃശ്ശൂരും. 15,000 മുതൽ 25,000 വരെ വോട്ടുകൾ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു സംവിധാനത്തിനുണ്ട് എന്നുള്ള തർക്കമില്ല. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരടക്കമുള്ള അവരുടെ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ നോക്കുമ്പോൾ ഈ വിജയപ്രതീക്ഷയുള്ള ഈ 2 മണ്ഡലങ്ങളിലും ഈ വോട്ട് UDF മറിഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കുമോ? അല്ല, നിലവിൽ നമുക്ക് അത്തരം ആശങ്കകളൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് SDPIയുടെ പിന്തുണയൊക്കെ വാങ്ങിക്കുന്നതിനെ കുറിച്ചിട്ട് കോൺഗ്രസ് എന്താണെന്നുള്ള അവരുടെ നിലപാട് വെളിപ്പെടുത്തേണ്ടതാണ്. അതൊരു തീവ്രവാദ സംഘടനയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അപ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലായി ഈ പറയുന്ന മണ്ഡലങ്ങളിൽ അവർ ഏതാണ്ട് പരാജയത്തോടടുത്ത് നിൽക്കുകയാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അപ്പോൾ ആ പരാജയത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കിട്ടുന്ന കച്ചിത്തുരുമ്പ് ഇപ്പോൾ SDPI ആണെങ്കിൽ SDPI ഇനി അൽ-ഖൈദയുടെ പിന്തുണ നേടുന്ന സാഹചര്യം, കിട്ടുന്ന സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അതും വേണ്ട എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെയാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ പറയുന്ന 15,000, 25,000 എന്നൊക്കെ പറയുന്നത് മാർജിനുകളാണല്ലോ. ചെറിയ മാർജിനുകളിലായിരിക്കും ചിലപ്പോൾ പലയിടത്തും വിജയങ്ങൾ തീരുമാനിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ കടന്നുകൂടാമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ അത്തരം ആശങ്കകളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഈ പറയുന്ന മണ്ഡലങ്ങളിലെല്ലാം നമ്മൾ വിജയം നേടാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു സംശയവും. നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്നുള്ളൊരു പ്രസ്ഥാനം കേരളത്തിൽ വലിയ രീതിയിൽ മാധ്യമങ്ങൾ അത് കൊണ്ടാടുകയാണ്. ഇത് UDF LDF വലിയ തരത്തിലുള്ള ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? മതേതരത്വം വലിയ രീതിയിൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഹൈന്ദവ സമൂഹം BJPക്ക് വോട്ട് ചെയ്യാതെ മാറി നിൽക്കും. അല്ല, ഇതിനകത്ത് എന്താ വെച്ചാൽ ഇതൊക്കെ കേരളത്തിൽ മാത്രം ഓടുന്ന നറേറ്റീവുകളാണ്. നരേന്ദ്രമോദിജി പറഞ്ഞിരിക്കുന്ന ഒരു മുസ്ലിം വിരുദ്ധ പരാമർശമല്ല. നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായിട്ടും ഒരു കോൺഗ്രസ് വിരുദ്ധ പരാമർശമാണ്. അതായത് ഒരു വിഭാഗത്തിനെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ആണ് പോയിട്ട് നമ്മൾ സ്വത്തുകൾ പിടിച്ചെടുക്കണം. ഇപ്പൊ ഇന്നൊരു സാം പെട്രോഡ പറയുന്നുണ്ട്. അതായത് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു ടാക്സ് കൊണ്ടുവരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വേണം എന്നുള്ള കാര്യം. അതായത് 55% നമ്മൾ സമ്പാദിക്കുന്നതിന്റെ 55% സർക്കാരിന് കൈമാറണം എന്നാണ് പറയുന്നത്. ആ സർക്കാരിന് കൈമാറുന്ന സർക്കാർ താഴേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ജാതി മത അടിസ്ഥാനത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ജാതിയും മതവും കൊണ്ടുവന്നു കഴിഞ്ഞു. ആര് കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ആണ്. സ്വാഭാവികമായിട്ട് അതിനെതിരെ സംസാരിക്കുമ്പോൾ, കോൺഗ്രസ് ഉന്നയിക്കുന്ന ആ ജാതി മത ഡിസ്ട്രിബ്യൂഷനെതിരെ സംസാരിക്കുമ്പോൾ അതിനകത്ത് മതം കടന്നു വരും, സ്വാഭാവികതയാണ്. അപ്പൊ അതിനകത്ത് പിടിച്ചിട്ട് നരേന്ദ്രമോദി ഇന്ന മതത്തിനെതിരെ സംസാരിച്ചു അല്ലെങ്കിൽ ഇന്ന രീതിയിൽ സംസാരിച്ചു എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നരേന്ദ്രമോദി വളരെ ക്ലീൻ ആയിട്ട് തുറന്നു കാണിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ ഹോളോനെസ് ആണ്. നരേന്ദ്രമോദി തുറന്നു കാണിച്ചിരിക്കുന്നത്. കെജ്രിവാൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ്, ഡൽഹി മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ ജയിലിലാക്കിയത് അദ്ദേഹത്തെ പോലെ പല ആളുകളെയും പല പ്രതിപക്ഷ നേതാക്കന്മാരെയും ജയിലിലാക്കാൻ ED ഉപയോഗിക്കുന്നു എന്നുള്ള വലിയൊരു ആരോപണം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത് എത്രത്തോളം വലിയ തരത്തിൽ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയങ്ങളെല്ലാം? നോക്കൂ, ഇത് അന്വേഷണ ഏജൻസികളുടേതായ ശൈലിയുണ്ട് അവർ പിന്തുടർന്നു പോകുന്നത്. ഒരു സ്ഥലത്ത് പറയുന്നു ഇന്ന മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല, മറുവശത്ത് പറയുന്നു ആ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ എന്നൊക്കെ പറയുന്നത് ജനങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ പൊള്ളത്തരം മനസ്സിലാവുന്നുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധി വന്ന് പരാതിപ്പെടുന്നത് എന്താണ്? പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പുറത്ത് രാഹുൽ ഗാന്ധി പരാതിപ്പെടുന്നത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യത്തിലാണ്. ഈ രണ്ടുപേരെ, അരവിന്ദ് കേജ്രിവാൾ ആയിരുന്നാലും ശരി, പിണറായി വിജയൻ ആയിരുന്നാലും ശരി, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നിരയിലുള്ള 2 മുഖ്യമന്ത്രിമാരാണ്. അന്വേഷണ ഏജൻസികൾക്ക് തെളിവ് കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അല്ലാണ്ട് തിരഞ്ഞെടുപ്പായി എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്യാനും പോകുന്നില്ല, തിരഞ്ഞെടുപ്പായി എന്ന് പറഞ്ഞ് ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടാതെ ഇരിക്കുവാനും പോകുന്നില്ല. ഒരാളെ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാലഘട്ടമോ പരിസരമോ നോക്കാതെ സ്വാഭാവികമായി അതിന്റെ സ്വാഭാവികമായ പ്രോസസ്സിൽ അത് മുമ്പോട്ട് പോകും.
പ്രഭു ശ്രീരാമചന്ദ്രനെ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാക്കി മാത്രം മാറ്റാനായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളും ഇടതുപക്ഷവും നിരന്തരമായിട്ട് ശ്രമിക്കുന്നു. തൃശ്ശൂർ പൂരത്തിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ള തർക്കമില്ല. ഇത് തൃശ്ശൂരിലെ ഹൈന്ദവ സമൂഹം ഏത് രീതിയിലായിരിക്കും ഈ തിരഞ്ഞെടുപ്പിനെ കാണുക? അല്ല, ഇപ്പൊ പ്രഭു ശ്രീരാമചന്ദ്രനെ ഹിന്ദുവിന്റെ പ്രതീകമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷവും മറ്റുള്ളവരൊന്നും ശ്രമിക്കേണ്ട. പ്രഭു ശ്രീരാമചന്ദ്രൻ ഹിന്ദുവിന്റെ പ്രതീകം തന്നെയാണ്, നമ്മുടെ അഭിമാനമാണ്. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ പൂരമായിരുന്നാലും ശരി തന്നെയാണ്. അത് വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു വലിയ ഉത്സവമല്ലേ. അപ്പൊ ആ ഉത്സവത്തിനകത്ത് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ അകത്ത് തന്നെ ശ്രീരാമൻ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടേതായ അഭിമാന പ്രതീകം തന്നെയാണ് അത്. അപ്പൊ സ്വാഭാവികമായിട്ടും ശ്രീരാമചന്ദ്രന്റെ പേരിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രൂപത്തിലുള്ള വക്കുടകൾ അവിടെ ഉണ്ടാവും. അതിനകത്ത് ഇനിയിപ്പോ ഇവര് നിന്ന് കരഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് ഹിന്ദുവിന്റെ ക്ഷേത്രമാണ്, ഹിന്ദുവിന്റെ ഉത്സവമാണ്, ഹിന്ദുവിന്റെ പ്രതീകങ്ങൾ അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാർത്ഥിത്വം അത് എത്രത്തോളം തിരുവനന്തപുരത്ത് ഗുണം ചെയ്യും? അല്ല, അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്, അദ്ദേഹം വലിയൊരു ടെക്നോക്രാറ്റാണ്, അദ്ദേഹം വലിയൊരു ഓണർപ്രണറാണ്, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ നൽകിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരുപാട് പറഞ്ഞ അത് അദ്ദേഹത്തെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒരു ചെറിയ പ്രോഗ്രാമിന് പോലും അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടി തന്നെ നമുക്കൊരു 5 to 10 minutes മാറ്റി വെക്കേണ്ടി തരുന്ന തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര വലിപ്പമുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. അപ്പൊ ഇത്രയും കാലം ശശി തരൂർ അത്തരം മേഖലകളിൽ ഒരു മൊണോപോളി അദ്ദേഹത്തിൻ്റെത് മാത്രമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇത്തവണ കൃത്യമായിട്ട് ചലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ശശി തരൂർ കഴിഞ്ഞ 15 വർഷമായിട്ട് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. അപ്പോൾ ചെയ്യാൻ ശേഷിയുള്ള മറ്റൊരാൾ വന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് തരൂരിന് പോലും ബോധ്യമുണ്ട്. അദ്ദേഹം അതിന്റെ കീറ്റ് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അതിന്റെ ഒരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നീക്കം നമുക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരവ് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ C+ മണ്ഡലമായിട്ടുള്ള ആലപ്പുഴ അത് ഒരാഴ്ച കൊണ്ട് ശോഭാ സുരേന്ദ്രൻ A+ മണ്ഡലമാക്കി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രതീതി നമ്മുടെ സംസ്ഥാനത്തുണ്ട്, തർക്കമില്ല. എത്രത്തോളം പ്രതീക്ഷകൾ ആലപ്പുഴ? അല്ല, ആലപ്പുഴ നമുക്ക് C+ എന്ന് നമ്മൾ അങ്ങനെ പറയുന്നതിനകത്ത് കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചെങ്ങന്നൂർ പോലുള്ള മണ്ഡലങ്ങൾ ആലപ്പുഴ ജില്ലയ്ക്കകത്താണ് നിൽക്കുന്നത്. ഒരു പക്ഷേ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ അല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള മണ്ഡലങ്ങൾ ആലപ്പുഴ ജില്ലയ്ക്കകത്തുള്ളതാണ്. അത് മാത്രമല്ല, ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞവണ KS രാധാകൃഷ്ണൻ സാർ നിൽക്കുമ്പോൾ തന്നെ 2 ലക്ഷത്തോട് അടുപ്പിച്ച് വോട്ട് വന്നൊരു മണ്ഡലമാണത്. അത് മാത്രവുമല്ല, SDPI പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും അധികം ഉപദ്രവം ഉണ്ടായിരിക്കുന്ന ഒരു മണ്ഡലമാണ്. രഞ്ജിത് ശ്രീനിവാസന്റെ വധം ഉൾപ്പെടെ ഒരുപാട് വിഷയങ്ങൾ അവിടെ, ചലനങ്ങൾ ഇതിനോടകം രാഷ്ട്രീയമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പുറത്തേക്ക് ശോഭാ സുരേന്ദ്രനെ പോലെ വളരെ ഫൈറ്റർ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റും കൂടി വരുന്ന സമയത്ത് അവിടെ BJPയുടെ സംഘടനാ സംവിധാനങ്ങൾ അത്രയധികം ചലിക്കുന്നുണ്ട്. അത് വലിയൊരു മാറ്റം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഹെവി വെയിറ്റ് കാൻഡിഡേറ്റ് വന്നതിന്റെ ഗുണങ്ങൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ദൃശ്യവുമാണ്. ഇപ്പോൾ കേരളത്തിൽ 3 ലക്ഷം വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുള്ള എത്ര മണ്ഡലങ്ങളുണ്ട് വിജയം എന്നുള്ളതിനുപരിയായിട്ട്? അല്ല, നമ്മൾ 20 മണ്ഡലങ്ങളിലും 3 ലക്ഷത്തിന് മുകളിലേക്ക് വോട്ട് ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പം ഞാനിപ്പോൾ 1, 2 അല്ലെങ്കിൽ 5, 6 മണ്ഡലങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി മണ്ഡലങ്ങളിൽ അത് കിട്ടില്ല എന്നല്ലേ അർത്ഥം. അങ്ങനെയല്ല, നമ്മൾ എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ അത് ടാർഗറ്റ് ചെയ്ത് തന്നെ പോകുന്നുണ്ട്. അതിലൊരു പകുതി മണ്ഡലങ്ങളിലെങ്കിലും നമ്മൾ 3 ലക്ഷം കിടക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വലിയ പ്രതീക്ഷകളാണ്. കേന്ദ്രത്തിൽ 400 സീറ്റ് ഉറപ്പിക്കുമോ? കേന്ദ്രത്തിൽ 400 സീറ്റുകൾക്ക് മുകളിലേക്ക് NDA പോകും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് എല്ലാ സർവേ ഏജൻസികളും ഒരുപോലെ തന്നെ പറയുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു. വളരെ നന്ദി, ഈ ഒരു സമയത്ത് നമ്മോട് പ്രത്യേകിച്ച്.